ഹല്ലേലൂയ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം കഴിഞ്ഞ ചിന്തകളിൽ ഇങ്ങനെ ചിന്തിച്ചു. കർത്താവേ, നീ എവിടെ പാർക്കുന്നു എന്ന് ചിലർ വന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞു, വന്ന് കാൺമിൻ. കണ്ടവർ യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നതായി, യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ നമ്മെ കാണുന്നവർ, നമ്മുടെ ഉള്ളിൽ യേശുവിനെ കാണുന്നവർ, യേശുവിനൊപ്പം സഞ്ചരിക്കുന്നവരായി മാറാൻ, നമ്മുടെ ഉള്ളുകളിലെ യേശുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്രകാരം യേശുവിനെ കൊടുക്കാൻ നമ്മുടെ ഹൃദയം നിർമ്മലവും ശുദ്ധവുമായിരിക്കണമെന്ന് നാം ചിന്തിച്ച് അവസാനിപ്പിച്ചു. തുടർന്ന് നാം ചിന്തിക്കുന്നത് യേശുവിൻ്റെ ക്രൂശമരണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിലെ പ്രധാന ചരിത്രകാരനായ ജോസെഫൂസ്, അദ്ദേഹം യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു ഒരു മിറക്കിൾ വർക്കർ എന്നാണ്. അതായത് ഒരു അത്ഭുത പ്രവർത്തകൻ. നമ്മുടെ നാട്ടിലൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നത്, ചില അത്ഭുതങ്ങൾ, സിദ്ധിയുള്ളവൻ, സിദ്ധൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചിലരെ വൈദ്യൻ എന്ന് പറയും. അതുപോലെ യേശുവിനെ ആ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ കണ്ടത് ഒരു മിറക്കിൾ വർക്കറായിട്ടാണ്, ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. ഈ കാലഘട്ടത്തിനും ഭേദമൊന്നുമല്ല. നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ആ കാലഘട്ടത്തിലെ ജനവും കർത്താവിൻ്റെ അരികിലേക്ക് ഓടിക്കൂടിയത് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാനാണ്. യേശു എന്നയാൾ ഏറ്റവും കൂടുതൽ ഫെമിലിയറായി തുടങ്ങിയത് എന്ന് മുതലാ കാനാവിലെ കല്യാണ വീട്ടിൽ ഇതുവരെ കാണാത്തൊരു അത്ഭുതം നടന്നു. പച്ചവെള്ളം വീഞ്ഞായി മാറി, അല്ലേ? കാനാവിലെ കല്യാണ വീട്ടില് ഇതുവരെ കാണാത്ത, അത് ഒരു കുപ്പി പച്ചവെള്ളമല്ല, ഒരു പാത്രം പച്ചവെള്ളമല്ല, 7 കൽഭരണികളിലെ വെള്ളം വീഞ്ഞായി മാറി. അസാധ്യമാണ്. അപ്പൊ അസാധ്യങ്ങളായ ചില കാര്യങ്ങളെ സാധ്യമാക്കി മാറ്റുന്ന ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ് ആ കാലഘട്ടത്തിലെ ജനം യേശുവിനെ കണ്ടത്. നാമും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ദൈവസന്നിധി സാധ്യം, കർത്താവിൻ്റെ സന്നിധിയിൽ പോയാൽ നടക്കും എന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് നാം കർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം കർത്താവിൻ്റെ അത്ഭുതങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം കർത്താവ് തരുന്ന നന്മകളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നാം കർത്താവിൻ്റെ അടുത്ത് പോകുന്നത് നന്മകൾക്ക് വേണ്ടിയാണ്, അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ്, അവനിൽ നിന്ന് പ്രാപിക്കേണ്ട ചില നന്മകൾ, കൃപകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും, ഞാനും ഈ അടുത്ത കാലത്ത് പറയും, കർത്താവിൻ്റെ കൃപ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും. എന്നാൽ ശരിയായ കൃപ എന്തെന്ന് ചോദിച്ചാൽ അത് കർത്താവാണ്. മനസ്സിലായില്ലേ? ഓരോ കാര്യം ലഭിക്കുമ്പോഴും നമ്മൾ പറയും ഇത് കർത്താവിൻ്റെ കൃപയാണെന്ന്. എന്നാൽ ഈ കൃപ എന്നതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ, അവന്റെ പരിഭാഷ എന്നത് അർഹിക്കാത്ത ദാനം എന്നതാണ്. അപ്പോ പാപികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ജഡീകമാണ്. ഈ ജഡീകമായ സൗഭാഗ്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് ലഭിക്കാമായിരിക്കാം. മക്കൾ, സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ, ചുറ്റുപാടുകൾ, ഇതൊക്കെ ജഡീകമാണ്. ഇതൊക്കെ ഒരുപക്ഷെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാം. പക്ഷേ നമുക്ക് ലഭിക്കാൻ യോഗ്യതയില്ലാത്തൊരു നന്മ എന്നത് ദൈവപുത്രനാണ്, കർത്താവാണ്, യേശുവാണ്. അതുപോലെ തന്നെ ആ പുത്രത്വത്തിന്റെ അവകാശമാണ്, ആ ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അർഹതയില്ലാത്ത ദാനം, കൃപ. അപ്പൊ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ കൃപ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഏത് കൃപ? കർത്താവിനെ തന്നെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിയായ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് ആരാണ്? കർത്താവാണ്. നമ്മുടെ അവസ്ഥ എന്തെന്നറിയാമോ? നമുക്ക് പണ്ടൊക്കെ കേട്ടിട്ടൊരു കഥയുണ്ടല്ലോ, പൊന്മുട്ട ഇടുന്ന താറാവ്, അല്ലേ? പൊന്മുട്ട ഇടുന്ന താറാവ് ദിവസവും ഓരോ മുട്ട ഇടുമായിരുന്നു. അപ്പോ ഉടമയ്ക്ക് അറിയാമോ കഥ? ഉടമയ്ക്കൊരാഗ്രഹം എന്താ? ദിവസവും കിട്ടുന്ന മുട്ടയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. ഒറ്റ സ്റ്റെപ്പിൽ കീറിയാൽ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 1 മാസത്തെ മുട്ട ഒരുമിച്ച് കിട്ടുമല്ലോ. അങ്ങനെയാ, അല്ലേ? നമ്മൾ ദൈവാലയത്തിൽ പോയാൽ, നമ്മുടെ ആലയത്തിൽ വന്നാൽ നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായ നന്മ ദൈവം അനുഗ്രഹിച്ചു തരും. ഒപ്പം കർത്താവും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ അനുഗ്രഹം തരുന്ന കർത്താവിനേക്കാൾ വലുത് കർത്താവിൽ നിന്ന് കിട്ടുന്ന എന്താ? നന്മയാ. അപ്പൊ താറാവിന് തീറ്റ കൊടുത്തത് താറാവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. താറാവ് ഒരു ദിവസവും മുടങ്ങാതെ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള താറാവുകളെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് പൊന്മുട്ട ഇടുന്നതിന് മാത്രം സെപ്പറേറ്റ് തീറ്റ കൊടുക്കുമായിരുന്നു ഉടമസ്ഥൻ. ഒടുവിന് ആർത്തി മൂത്തിട്ട് അതിനെ കീറി മുറിച്ചു, ഒന്നും കിട്ടാതെ പോയി. പലപ്പോഴും നമ്മളും ഇങ്ങനെ തന്നെയാ. നമ്മുടെ ജീവിതത്തില് കർത്താവിനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ഓടിപ്പോവും പല കാര്യങ്ങൾക്കും. അത് കർത്താവിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. എന്തുകൊണ്ടാ? കർത്താവിൽ നിന്ന് നന്മ കിട്ടണത് കൊണ്ടാ. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, നിങ്ങൾ അത്ഭുതം കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, നിങ്ങൾ അപ്പം കിട്ടിയത് കൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നു, അല്ലേ? നിങ്ങൾ എൻ്റെ അത്ഭുത പ്രവൃത്തികളെ കാണാൻ വേണ്ടി വന്നു, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല. പ്രിയമുള്ളവരെ, നമ്മൾ
അത്ഭുതങ്ങൾക്ക് വേണ്ടി പോകുന്നവരായിട്ടല്ല, അവനെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടി പോകുന്നവന്റെ കുഴപ്പം എന്താണെന്നറിയാവോ? അത്ഭുതങ്ങൾക്ക് വേണ്ടി പോയി കീറിയ ക്രിസ്ത്യാനികളാണ് ഈ യുഗത്തിലെ ക്രിസ്ത്യൻസ്. അതായത് താറാവിനെ കീറി എന്ന് പറയില്ലേ, അതേപോലത്തെ ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തു? അത്ഭുതത്തിന് പുറകെ പോയി നമ്മളിങ്ങനെ എന്നും അത്ഭുതം ചോദിച്ച് തന്ന് കർത്താവ് മടുത്ത് വാങ്ങിച്ച് നമ്മൾ മടുത്തു. എന്നിട്ട് കിട്ടിയതിനെയൊക്കെ നമ്മൾ പറഞ്ഞു, ഇതെന്റെ കഴിവുകൊണ്ട് ഞാൻ നേടി, എന്റെ മിടുക്ക് കൊണ്ട് നേടി, എന്റെ പ്രാഗൽഭ്യം കൊണ്ട് നേടി, അങ്ങനെ നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കർത്താവിനെ നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറ്റിവെച്ചു. പ്രാർത്ഥിച്ചപ്പം കർത്താവ് വേണമായിരുന്നു, പ്രവർത്തിച്ചപ്പോൾ കർത്താവിന് വേണ്ട. പിന്നെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവിന് വേണ്ടി അനുസരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ വലിയ മടിയാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചപ്പം സ്വാഭാവികമായിട്ട് കിട്ടാതെ ഇരുന്നപ്പോ നമ്മൾ ഈ ദൈവത്തെ കീറി മുറിക്കാൻ തുടങ്ങി. നമ്മുടെ തത്വശാസ്ത്രം കൊണ്ട്, നമ്മുടെ ന്യായശാസ്ത്രം കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഫിലോസഫി കൊണ്ട് നമ്മൾ ഈ ദൈവത്തെ, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ, ഇങ്ങനെയാണോ ദൈവം പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ദൈവം ചെയ്തത് ശരിയാണോ, ഇതൊക്കെ ദൈവം ചെയ്യുന്നത് തെറ്റാണോ, എങ്കിലും എൻ്റെ ജീവിതത്തിന് എന്നും പള്ളിയിൽ പോണ എൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവം ഇങ്ങനെയൊക്കെ ശരി ചെയ്യുന്നത് ദൈവത്തിന് കൊള്ളാവോ? അല്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. നിങ്ങൾ ആദ്യം മനുഷ്യനാവ്, എന്നിട്ട് ദൈവത്തെ അന്വേഷിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ കീറി മുറിക്കുന്ന തരത്തിൽ രൂപപ്പെട്ടു, അല്ലേ? അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നമ്മൾ എത്ര ഒത്തൊരുമയുടെ കൂട്ടായ്മകൾ ഉണ്ടെങ്കിലും പെന്തക്കോസുകാരനൊരു കർത്താവ്, CSI കാരനൊരു കർത്താവ്, കത്തോലിക്കക്കാരൻ്റെ ഒരു കർത്താവ്, യാക്കോബയക്കാരനൊരു കർത്താവ്, അല്ലേ? ഇങ്ങനെ നമ്മൾ കർത്താവിനെ പലതായി കീറി മുറിച്ചു. നമ്മുടെ അഭിപ്രായങ്ങൾക്കും ആദർശങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും നമ്മുടെ സൗകര്യങ്ങൾക്കും, അല്ലേ, നമ്മുടെ ലാഭങ്ങൾക്കും ഒത്തവണ്ണം നമ്മൾ കർത്താവിനെ കീറി മുറിച്ചു പലയിടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ. എന്നിട്ട് നമ്മൾ തമ്മിലടിച്ചു. ദൈവത്തിന്റെ മക്കൾ, അവരനെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവത്തിന്റെ മക്കൾ ആ ദൈവത്തിന്റെ പേരിൽ തമ്മിലടിച്ചു. ഇതാണ് ഈ കാലഘട്ടം. അപ്പൊ നമ്മൾ കർത്താവിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത ഒരു സമൂഹമാണ്. അപ്പൊ അതിന്റെ കാരണം, അതിന്റെ അടിസ്ഥാനം, അങ്ങനെ ചോദ്യം ചെയ്യേണ്ടി വന്നതിന്റെ അടിസ്ഥാന കാരണം വന്നത് അത്ഭുത പ്രവൃത്തികളാണ്. നമ്മൾ അവനെ സ്നേഹിച്ചതിനേക്കാൾ, അപ്പനെ സ്നേഹിച്ചതിനേക്കാൾ നമ്മൾ അപ്പന്റെ അനുഗ്രഹങ്ങളെയാണ്, അത്ഭുതങ്ങളെയാണ് സ്നേഹിച്ചത്. അപ്പൊ അവര് കണ്ടിരുന്നത് ഈ കർത്താവ് എന്ന് പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്, രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവനാണ്. ഇതൊക്കെ തന്നെയാണ് കർത്താവ്. എന്നാൽ അതിനും അപ്പുറത്ത് കർത്താവിന്റെ ആ നമ്മളെ മക്കളാക്കി വീണ്ടെടുത്ത കൃപയെ പറ്റി അവർ മറന്നുപോയി എന്നുള്ളതാണ്. മക്കളാക്കി വീണ്ടെടുത്ത ആ കൃപയെ നമ്മൾ മറന്നുപോയി. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ കർത്താവിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ അവൻ്റെ 30 വർഷങ്ങൾ മറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് വേദപുസ്തകത്തിൽ യാതൊരുവിധ ചരിത്രങ്ങളും കർത്താവിനെ കുറിച്ച് 30 വർഷത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അവൻ്റെ ദേവാലയത്തിലേക്കുള്ള യാത്ര, മടങ്ങി വരുന്ന വഴിക്ക് കാണാതെയാകുന്നു, ഉപദേഷ്ടാക്കന്മാർക്കൊപ്പം ഇരിക്കും, ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി 30 വയസ്സ് മുതൽ ഒരു 3 വർഷക്കാലമാണ് നമുക്ക് കർത്താവിനെ കുറിച്ച് അറിയാവുന്നത്. ആ ചരിത്രകാരന്മാരും ലോകവും പ്രിയപ്പെട്ടവരും അത്ഭുത പ്രവർത്തകൻ എന്ന് വാഴ്ത്തിയ കർത്താവ് ഏറ്റവും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിട്ടില്ലെന്നതാണ്. ഈ കർത്താവ്, ലോകം അത്ഭുത പ്രവർത്തകൻ എന്ന് വാഴ്ത്തിയ കർത്താവ്, ഒരിക്കലും തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിരുന്നില്ല. തനിക്ക് വിശന്നപ്പോൾ അവൻ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിച്ചില്ല. തനിക്ക് ദാഹിച്ചപ്പോൾ ആകാശത്തിന്റെ ഉറവുകളിൽ നിന്ന് മരുഭൂമിയിലെ പാറ പിളർന്നോ അവൻ വെള്ളം ഉണ്ടാക്കിയോ? തനിക്ക് ആക്രമണം നേരിട്ടപ്പോൾ അദൃശ്യമായ ആയുധങ്ങൾ വരുത്തി ശത്രുക്കളെ നേരിട്ടില്ല. താൻ ബന്ധനസ്ഥനായപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കിയില്ല. തന്റെ കൈകൾ ബന്ധിച്ചപ്പോൾ ചങ്ങലകളെ പൊട്ടിച്ചില്ല. എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം അവന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, നമ്മളെ ജീവിതത്തിൽ തന്നു, അല്ലേ? അപ്പോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നാടെങ്ങും ചുറ്റി നടന്ന് സകലർക്കും വേണ്ടി അത്ഭുതം എന്ന് പറയുന്നതിനും അപ്പുറത്ത് നന്മ ചെയ്ത കർത്താവ് തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കൊരിക്കൽ കർത്താവ് ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞു, എന്തുകൊണ്ട് ആകാശത്തിലെ പറവകൾക്കും അവിടെയും പാമ്പുകൾക്കൊക്കെ മാളമുണ്ടെങ്കിലും എനിക്കെന്തില്ല, മനുഷ്യപുത്രന് തലചായ്പാനായിട്ട് മണ്ണിനൊഴിവില്ല. നമ്മളെ ഭാഷയെ പറഞ്ഞ അവിടത്തേക്ക് തലചായ്ക്കാൻ ഒരു ഇടമില്ല. എന്തിന്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതിക്ക് അനുസരിച്ച് കരം കൊടുക്കാനായിട്ട് അവന്റെ കയ്യിൽ കാശില്ലായിരുന്നു എന്നുള്ളതാണ്. മത്സ്യത്തിന്റെ വായിൽ നിന്ന് കടം കൊണ്ട നാണയം, അതുകൊണ്ട് അവൻ കരം കൊടുത്തത്. കടമെടുത്ത കഴുതപ്പുറത്ത് അവൻ സഞ്ചരിച്ചത്. സ്വന്തമായിട്ട് ഒന്നുമില്ലായിരുന്നു. അവൻ ആകെ ഉണ്ടായിരുന്നത് അവന്റെ അങ്കിയാ. ആ അങ്കി പോലും അവരവസാനം പിടിച്ചു പറിച്ചു. അത്രമാത്രം തൻ്റെ ജീവിതത്തെ വിട്ട് നമ്മെ സ്നേഹിച്ചൊരു ദൈവം. അങ്ങനെ
നാടെങ്ങും ചുറ്റി നടന്ന് നന്മ ചെയ്ത ദൈവത്തിന്റെ സ്വന്തം പുത്രനെ, നന്മ ചെയ്യുന്നൊരു മനുഷ്യനെ അന്നത്തെ ജനത ക്രൂശിലേറ്റി. എന്തിനായിരിക്കാം? ഇതാണ് നാളുകളിൽ അടുത്ത ദിവസങ്ങൾ നാം ചിന്തിക്കാൻ പോകും. നാടെങ്ങും ചുറ്റി നടന്ന് ഒരു മനുഷ്യനും ദ്രോഹം ചെയ്യാതെ നാടെങ്ങും ചുറ്റി നടന്ന് നന്മ മാത്രം ചെയ്തൊരു മനുഷ്യനെ അന്നത്തെ മനുഷ്യർ എല്ലാവരും ചേർന്ന്, അന്നത്തെ നിയമ സംവിധാനങ്ങൾ ചേർന്ന് ക്രൂശിൽ തറച്ചു കൊന്നു. അവിടുത്തെ കോടതിയിൽ കൊണ്ട് നിർത്തി ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും കുറ്റക്കാരനായി വിധിച്ചു. കുറ്റാരോപിതനായ അവിടുത്തെ ക്രൂശിമേ തറച്ചു. അപ്പൊ ഇനി ക്രൂശീകരണത്തെ പറ്റി നമുക്ക് നോക്കാം. ഈ ക്രൂശീകരണത്തിന്റെ ചരിത്രം, പേർഷ്യക്കാരാണ് ഈ ക്രൂശീകരണം എന്ന മരണരീതി അവലംബിച്ചത്. ചരിത്രം കണ്ടതിൽ ഏറ്റവും ഹീനവും മൃഗീയവുമായ മരണരീതിയാണ് ക്രൂശീകരണം. പലതരത്തിലുള്ള മരണരീതികൾ നമുക്കറിയാം. തൂക്കിക്കൊല്ലും, വെട്ടിക്കൊല്ലും, വിഷം കൊടുത്തു കൊല്ലും, അല്ലേ? മൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. ഇതിനൊക്കെ വേദന എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് അത്രയൊന്നും പോകത്തില്ല. അതിനു മുമ്പേ അവന്റെ ജീവൻ പോകും. അവൻ മറന്നു കളയും. മരണത്തിന് മുൻപിലുള്ള പെയിൻ, അല്ലേ? ആ മരണത്തിന് മുമ്പുള്ള പെയിൻ മാത്രമാണ് വലുത്. എന്നാൽ ഈ മരണത്തിന് മുൻപുള്ള വേദന ഏറ്റവും വലുതായിട്ടുള്ള മരണം എന്ന് പറയുന്നത് ക്രൂശീകരണമാണ്. അതായത് പറയുന്നത്, ക്രൂശിൽ തറയ്ക്കുന്ന ഒരു മനുഷ്യൻ 2 മുതൽ 7 ദിവസം വരെ മരിക്കാതെ കിടക്കും. അത് അവന്റെ ശരീരത്തിന്റെ പവർ അനുസരിച്ചിരിക്കും. 2 ദിവസം മുതൽ 7 ദിവസം വരെ ക്രൂശിൽ തറയ്ക്കപ്പെടുന്ന മനുഷ്യൻ മരിക്കാതെ കിടക്കും. അപ്പൊ ഇവന് ഈ 2 ദിവസം മുതൽ 7 ദിവസം വരെയുള്ള കാലഘട്ടം അവൻ മരണം കാത്തു കിടക്കണമെന്നുള്ളതാണ്. മരണം എന്ന് പറഞ്ഞാൽ ചെറിയ വേദന എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയൊന്നുമല്ല, കഠിനമായ വേദനയാണ്, വളരെ കഠിനമായ വേദന. അപ്പോ ഈ പേർഷ്യക്കാര് ഈ ക്രൂശീകരണം എന്ന മരണരീതി അവലംബിക്കാനുള്ള കാരണം, ആ കാലഘട്ടത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ മുൻപിൽ കൊടും കുറ്റവാളിയായ ഒരുവൻ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താണ്, ആരെയൊക്കെ അങ്ങനെ കൊലക്കുറ്റത്തിന് വിധിക്കുന്നത്? ക്രൂരമായ ആരെയെങ്കിലും കൊന്നവൻ, ക്രൂരമായ ആരെയെങ്കിലും ഒക്കെ ദ്രോഹിച്ചവൻ, ക്രൂരമായ ഒരു രാജ്യത്തെ ദ്രോഹിച്ചവൻ, വളരെ ക്രൂരവും നികൃഷ്ടവുമായി പറയാൻ അറപ്പ് തോന്നുന്ന പ്രവൃത്തി ചെയ്തവരെയാണ് നമ്മുടെ രാജ്യം എങ്ങനെയാ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അപ്പോ അവിടെയും ഇങ്ങനെ പറയാൻ അറപ്പ് തോന്നുന്ന കാലഘട്ടത്തിന് വിരുദ്ധമായ ദൈവത്തിന് നിരക്കാത്ത മഹാപാപം ചെയ്തവരെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ക്രൂശി തറച്ചു കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ഈ മഹാപാപിയുടെ രക്തം മണ്ണിൽ വീണാല് മണ്ണ് അശുദ്ധമാകും, ഭൂമി ശപിക്കപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ തലവെട്ടി കൊല്ലുകയോ മറ്റൊരു രീതിയിൽ കൊല്ലുകയോ ചെയ്യാതെ കഠിനമായ പീഡ കൊടുക്കുന്ന രീതിയിൽ എവിടെ കയറ്റുന്നത്? ക്രൂശിമേ കയറ്റുന്നത്. ഇപ്പൊ ഈ പേർഷ്യക്കാർ അവലംബിച്ച ഈ ക്രൂശീകരണ രീതി പിൽക്കാലത്ത് റോമാക്കാർ ഏറ്റെടുത്തു. റോമൻ സൈന്യമാണല്ലോ യേശുവിനെ ക്രൂശിലേറ്റുന്നത്. സഹായിച്ചത് യഹൂദന്മാരാണ്. അതറിയാവോ? യേശുവിനെ ക്രൂശിക്കുന്നത് റോമൻ സൈന്യമാണ്. റോമൻ സൈന്യത്തിന് യേശുവിനെ ക്രൂശിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നത് യേശുവിന്റെ സ്വന്തം ജാതിയിൽപ്പെട്ട ദൈവജനം എന്ന് ഇന്ന് അഭിമാനിക്കുന്ന ഇസ്രായേൽ ജനം, യഹൂദ ജനം. അന്നത്തെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ദൈവമക്കളും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഈ റോമാക്കാരുടെ, അന്യജാതിക്കാരുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്തത്. അന്യജാതിക്കാരുടെ കയ്യിലേക്ക് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തത് അന്നത്തെ ജനമാണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ റോമാക്കാർ ആരെ അടിമകളാക്കി വെച്ചിരിക്കുക? യഹൂദന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുക. റോമൻ സൈന്യത്തിന്റെ കീഴിൽ യഹൂദന്മാരായിരിക്കുകയാണ്. അപ്പൊ അന്ന് ഈ റോമൻ സൈന്യത്തിന് ആര് കരം കൊടുക്കണം? യഹൂദന്മാർ കരം കൊടുക്കണം. അത് പിന്നത്തെ നാം ചിന്തിക്കും. അപ്പോ ഈ റോമാ സൈന്യത്തിന് യഹൂദന്മാരെ പേടിപ്പിക്കുവാൻ വേണ്ടി, അവരെ അവരുടെ കാൽ കീഴിൽ വിറപ്പിച്ച് നിർത്തുവാൻ വേണ്ടി ഇവർ കണ്ടെത്തിയിരുന്ന ഒരു കൊലപാതക രീതിയായിരുന്നു ക്രൂശീകരണം. ആ കാലഘട്ടത്തിൽ ഈ റോമാക്കാർക്കെതിരെ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ സമരം എന്ന് പറയുന്നത്, സമരക്കാർ മലകളിൽ പാർക്കും. മലകളിൽ പാർത്തിട്ട് 1-2 പേരായിട്ട് മലകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. താഴേക്ക് ഇറങ്ങി വന്നിട്ട് വഴി കാണുന്ന ഏതെങ്കിലും റോമൻ സൈന്യത്തിൽപ്പെട്ട 1-2 എണ്ണത്തിനെ കൊല്ലും. കൊന്നിട്ട് അവന്മാരുടെ തല പബ്ലിക് പ്ലേസുകളുടെ ഇവിടെ ഇട്ടിട്ട് അവന്മാർ തിരിച്ചു കയറി പോകും. ചിലപ്പോ അവരുടെ കൈ കൊണ്ട് തന്നെ ഇവർ മരിക്കാനിടയാകും. ചാവേറുകളായിരുന്നു അന്നത്തെ സമരക്കാർ. എന്നാൽ മറ്റൊരു കൂട്ടം പേർ, ഈ സമരക്കാർ അങ്ങനെ ഇരിക്കാൻ മറ്റൊരു കൂട്ടം പേർ അടിമകളായിട്ട് ഇവർക്ക് കരമൊക്കെ കൊടുത്ത് ഇവർ അടിമകളായിട്ട് ജീവിച്ചു. എന്നാൽ ഈ യഹൂദന്മാരിൽ തന്നെ മറ്റൊരു കൂട്ടം പേർ തങ്ങളുടെ വർഗത്തെ വിറ്റു ജീവിച്ചു. മറ്റൊരു കൂട്ടർ അവരാരാ? ചുങ്കക്കാരായിരുന്നു. അതായത് ഈ യഹൂദന്മാർ തന്നെ ചുങ്കം യഹൂദന്റെ നിന്ന് എടുത്തിട്ട് അതാർക്ക് കൊടുക്കും? റോമക്കാരന് കൊടുക്കും. ചുങ്കം പിരിക്കേണ്ടത് 10 രൂപയാണെങ്കിൽ സക്കായി പിരിക്കുന്നത് എത്രയാ? 40 രൂപ പിരിക്കും. 40 രൂപ വെച്ചിട്ട് 10 രൂപ കൊടുത്തിട്ട് 30 രൂപ അവൻ പോക്കറ്റ് വയ്ക്കും. ഇനി മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു പുരോഹിത വർഗം. യഹൂദ ദേവാലയ യെരൂശലേം ദേവാലയത്തിൽ നടന്ന ആ
കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നത്തെ ഇതിൽ ചിന്തിക്കുന്നതാണ്. അവരെങ്ങനെ അവർ സമ്പന്നരായി ആ കാലഘട്ടത്തിൽ, അത് നമുക്ക് പിന്നത്തെ ചിന്തിക്കാം. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ബാക്കി വരുന്ന സാധാരണ ജനങ്ങളെ പേടിയിലാഴ്ത്താൻ, ഭയത്തിലാഴ്ത്താൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനെ ഒരു പൊതുനിരത്തിൽ കൊണ്ടുവന്ന് പബ്ലിക് പ്ലേസ്, എല്ലാവരും കാണുന്ന ഒരു പബ്ലിക് പ്ലേസിൽ ഒരു കുരിശുമരം ഉണ്ടാക്കിയിട്ട്, ഒരു ക്രൂശ് ഉണ്ടാക്കിയിട്ട് ആ ക്രൂശിൽ ക്രൂശിച്ച് തൂക്കിയിട്ടിരിക്കും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം കുറ്റം ചെയ്തവൻ അവൻ ജീവനോടെ കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ ദിവസം കിടക്കുന്നുണ്ട്. ഇത്തിരി ആരോഗ്യവാനാണെങ്കിൽ അവൻ 7 ദിവസം വരെ പോകും, ആരോഗ്യം കുറഞ്ഞവനാണെങ്കിൽ 2 മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 7 ദിവസം മരണപ്പെടാം. ഇനി ഇതിനകത്തുള്ള ഏറ്റവും ക്രൂരമായ അവസ്ഥ എന്നത് ഈ കർത്താവിനെ ക്രൂശിച്ചതുപോലെ അല്ല മറ്റുള്ളവരെ ക്രൂശിക്കുന്നത്. കർത്താവിനെ നമുക്ക് അത് പിന്നത്തെ ചിന്തിക്കാം, അതും വെയിറ്റിങ്ങിലാണ്. റോമാക്കാർ ഏകദേശം 5000-ലധികം പേരെ ക്രൂശിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊതുനിരത്തുകളിൽ റോമാക്കാർ എത്ര പേരെ ക്രൂശിച്ചിട്ടുണ്ട്? 5000-ലധികം പേരെ. ചരിത്രം പറയുന്നതാണ് ആ കാലഘട്ടത്തിൽ 5000-ലധികം പേരെ ക്രൂശിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഈ 5000-ലധികം പേർ ക്രൂശിക്കപ്പെട്ടിട്ട് പിന്നെ കർത്താവിന്റെ ക്രൂശീകരണം മാത്രം എന്തുകൊണ്ട് ഇത്ര മാത്രം വിശുദ്ധീകരിക്കപ്പെട്ടു, എന്തുകൊണ്ട് ഇത്ര മാത്രം ചർച്ച ചെയ്യപ്പെട്ടു? ആ കാലഘട്ടം വരെ ക്രൂശ് കാണുന്നത് ശാപത്തിന്റെ അടയാളമായിട്ടാണ്. ശപിക്കപ്പെട്ടവനെ തൂക്കുന്ന അടയാളമാണ് ക്രൂശ്. ക്രൂശിനെ തൊട്ടാലേ അത് അശുദ്ധമെന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടം, അത് കണ്ടാലേ അവന്റെ ദിവസം നഷ്ടമായി എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടം. അങ്ങനെ ഭയത്തോടെ കണ്ടിരുന്ന ഒരു സിമ്പൽ, ആ സിമ്പലിന്മേൽ ഒരു അടയാളം, ഒരു പച്ചമരം, ആ മരത്തിന്മേൽ ഒരു മനുഷ്യനെ കൊണ്ട് തൂക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രൂശീകരിക്കാൻ, ക്രൂശിൽ തറയ്ക്കാനായിട്ട് ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഈ പച്ചമരത്തിന്മേൽ കെട്ടണ എങ്ങനെയെന്ന് അറിയാമോ? അവന്റെ കണം കയ്യിൽ. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടെയാ, അങ്ങനെയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മുടെ ഉള്ളം കൈമേൽ കർത്താവിന്റെ ഉള്ളം കൈയിൽ ആണി അടിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതൊരിക്കലും പോസിബിൾ അല്ല. ഈ ഉള്ളം കൈമേൽ ആണി അടിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉള്ളം കൈയിൽ ആണി അടിക്കുമ്പോൾ ഈ ആണി ഇവിടെ താഴ്ന്ന ശേഷം ഈ കൈ ഇങ്ങനെ പറഞ്ഞു പോകും, പിഞ്ഞു പോകും. അപ്പൊ അയാൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഉള്ളം കൈയിൽ ആണി അടിച്ചാൽ വിരലുകൾക്കിടയിലൂടെ ആ മാംസം പിഞ്ഞ് അത് ഊർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഉള്ളം കൈയിലല്ല ആണി അടിക്കുന്നത്, ആണി അടിക്കുന്നത് ഈ കണം കൈയിലാണ്, ഇവിടെയാണ്. നമ്മുടെ ഈ പോർഷൻ, നമ്മുടെ ഈ ഈ ജോയിന്റ് ഇല്ലേ, ഇവിടെ ഒരു ചെറിയ വേദന വരുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിന് നമുക്കറിയാമല്ലോ. അപ്പൊ അന്ന് ക്രൂശിക്കപ്പെടുന്നവന്റെ ഈ ഭാഗത്താ ആണി അടിച്ചിറക്കുന്നത്. അപ്പൊ അവൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഈ ജോയിന്റ്സിനിടയ്ക്ക് വലിഞ്ഞ് സഹിക്കാനാകാത്ത വേദനയുമായിട്ട് തൂങ്ങിക്കിടക്കും. ഇനി ഇവനെ താങ്ങി നിർത്തുന്നത് ഇവന്റെ കാലുകളാ. അപ്പൊ കാലിന്റെ പാദത്തിലല്ല ആണി അടിക്കുന്നത്, ആണി അടിക്കുന്നത് കണങ്കാലിലാ. നിങ്ങൾ ഈ പാദവും ഇവിടെ മുകളിലത്തെ എല്ലും കൂടി ജോയിൻ ചെയ്യുന്ന കണങ്കാലുണ്ടല്ലോ, ആ വി പോർഷൻ, ഉപ്പൂറ്റിയുടെ ഭാഗം വരുന്നത്, ഒരു കാല് വെച്ചിട്ട് അതിന്റെ പുറത്ത് മറ്റൊരു കാലും കൂടി വെച്ചിട്ട് വളരെ നീളമുള്ള ആണി എടുത്തിട്ട് ഒന്നാമത്തെ കണങ്കാലിന്റെ അസ്ഥികളെ ഭേദിച്ച്, മാംസത്തെ ഭേദിച്ച് ഉപ്പൂറ്റിയിലൂടെ അടുത്ത കണങ്കാലിന്റെ പുറത്ത് കയറി അവിടുന്ന് നേരെ പച്ച മരത്തിലേക്ക് താന്നിറങ്ങും. ഒരു കാലിന്റെ പുറത്ത് മറ്റൊരു കാല്, കണങ്കാലിലെ ആണി. ഇങ്ങനെയാണ് മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ തൂങ്ങിക്കഴിഞ്ഞാൽ ഇവന്റെ ശരീരം തൂക്കപ്പെട്ട ശരീരമാണ്. സ്വാഭാവികമായിട്ട് ഇവന് ശ്വാസം എടുക്കാൻ കഴിയുകയില്ല, സ്വാഭാവികമായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇവൻ പ്രാണൻ നിലനിർത്താൻ വേണ്ടി ഈ കാലുകളെ ഇങ്ങനെ വച്ചിട്ട്, ഉപ്പൂറ്റിയല്ലേ ഇരിക്കുന്നത്, ഈ ഉപ്പൂറ്റി ഇങ്ങനെ വച്ചിട്ട് ഇവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പൊങ്ങിയിട്ടാണ് ഇവൻ ബ്രീത്ത് ചെയ്യുന്നത്. ബ്രീത്ത് ചെയ്യാനായിട്ട്, ശ്വാസം എടുക്കാനായിട്ടുള്ള കഷ്ടത. അപ്പൊ ഓരോ അനക്കത്തിലും മാരകവും മരണകരവുമായ വേദന ക്രൂശി കിടക്കണം അനുഭവിക്കും. അപ്പൊ അവൻ അറിയാതെ വിളിക്കും, അപ്പാ, അമ്മാ എന്ന വേദന ആ പരിസരം മൊത്തം നിറഞ്ഞു നിൽക്കും. അവൻ മരിക്കുന്നത് വരെ അവന്റെ തൊണ്ട കീറുന്ന വേദന കഠിനമായി ആ അന്തരീക്ഷത്തെ മുഴുവൻ നിറയ്ക്കും. ഈ വേദന കണ്ട ഒരുത്തനും ഈ റോമ സർക്കാരിനെതിരെ പിന്നെ എന്ത് ചെയ്യൂല? അറിഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ എന്ത് ചെയ്യൂല? ഈ റോമ ഗവൺമെന്റിനെതിരെ സംസാരിക്കൂല. അപ്പൊ ഇങ്ങനെ ഈ ഭയാനകമായ മരണരീതി ഈ ജനത്തിന്റെ നടുവിൽ ചെയ്യുകയും ഏതാണ്ട് 5000-ലധികം പേരെ ഈ റോമ ഗവൺമെന്റ് കൊല്ലുകയും ചെയ്തു. ഈ 5000-ൽ ഒരുവനാണ് കർത്താവ്. കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത് യഹൂദന്മാർ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. റോമക്കാർക്ക് പ്രത്യേകിച്ച് കർത്താവിനോട് പരാതിയും പരിഭവമൊന്നുമില്ലായിരുന്നു. കർത്താവിനെ പിടിച്ചുകൊണ്ട് കൊടുത്തതിന് വേണ്ടി എല്ലാ പദ്ധതികളും മെനഞ്ഞത് യഹൂദന്മാരാണ്. അപ്പോ ഇവിടെ ഈ കർത്താവ് മാത്രം എന്തുകൊണ്ട് ഡിഫറൻ്റ് ആയി എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 5000 പേരും അവരുടെ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ ക്രൂശിന്മേൽ കിടക്കേണ്ടി വന്നത്. 5000 പേരും അവർ ചെയ്ത ക്രൂരതകൾ കൊണ്ട്, ഒന്നുകിൽ അവൻ ഒരു റോമ പട്ടാളക്കാരനെ കൊന്നിരിക്കും, ഒന്നുകിൽ അവൻ റോമക്കാരനെതിരെ കൈ ഉയർത്തി സമരം ചെയ്തിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഈ 5000 പേരും അവന്റെ പ്രവൃത്തി കൊണ്ടാണ് മരിക്കുമ്പോൾ
5000-ൽ ഒരുവനായ ക്രിസ്തു അവന്റെ പ്രവൃത്തിക്ക് വേണ്ടിയല്ല മരിച്ചത്. ക്രിസ്തു മരിച്ചത് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. 5000 പേര് മരിച്ചത് അവരുടെ പാപങ്ങളെ പ്രതിയാണ്. എന്നാൽ ക്രിസ്തു നിഷ്കളങ്കനും നിർമ്മലനുമായിരുന്നു. അവൻ പാപരഹിതനായിരുന്നു എന്ന വചനം പറയുന്നത്. പാപരഹിതൻ, അവന്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ല. ഞാൻ ഇങ്ങനെ കരുതുന്നു, ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തതിൽ, ജഡ അവതാരം ചെയ്ത ജഡശരീരങ്ങളിൽ ഒരു പാപവും ചെയ്യാത്തൊരു ശരീരമുണ്ടെങ്കിൽ, ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപരഹിതൻ. അവന്റെ ജീവിതത്തിൽ ഒരിടത്തും നമ്മൾ എങ്ങനെ സൂക്ഷിച്ചു നോക്കിയാലും, എങ്ങനെ അരിച്ചു പെറുക്കിയാലും കർത്താവിന്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ല. അതുകൊണ്ടാ വചനം പറയുന്നത്, പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. എന്താ പറയുന്നത്? പാപം മാത്രം അവന്റെ ജീവിതത്തിലില്ല, ബാക്കി എല്ലാ പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെയാണ് കർത്താവ് അനുഭവിച്ചത്. കർത്താവിന്റെ ജീവിതത്തിൽ എന്തില്ല? പാപമില്ല. അപ്പൊ കർത്താവ് മരിച്ചത്, കർത്താവ് വഹിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ചുമലൊരു വലിയ ഭാരമുണ്ട്. ഇത് ചുമന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരിക്കലൊരു സിനിമ ഇവിടെ ഷോ ചെയ്തു, ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നൊരു സിനിമ. അത് ലാംഗ്വേജ് വലിയ സുഖമില്ലായിരുന്നു, പക്ഷേ അത് ഇങ്ങനെ നമുക്ക് മറ്റൊരിക്കൽ ആ സിനിമ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഒരു മനുഷ്യന്റെ ജീവിതയാത്രയെ അതിങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട്. അവനിങ്ങനെ ഓരോ നാളും മുൻപോട്ട് പോകുമ്പോൾ അവന്റെ കുറുക്കിലൊരു മുഴ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. ഒരു വലിയ മുഴ വളർന്നുകൊണ്ടിരിക്കും. അവൻ നടന്നു തുടങ്ങുമ്പോൾ നിവർന്നാ നടക്കുന്നത്. മുമ്പോട്ട് പോകുന്നതോറും അവൻ കുനിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കും. കാര്യം, അവന്റെ മുകളിലെ പാപത്തിന്റെ ഭാരം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഈ പാപഭാരത്താൽ അവനാൽ തന്നെ അവന്റെ വ്യക്തിത്വം കുനിഞ്ഞു പോകും, അവന്റെ ആത്മീയത കുനിഞ്ഞു പോകും. അപ്പോ അവൻ അങ്ങനെ പോയി അവന്റെ യാത്ര ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, പിന്നെ ഈ തീർത്ഥയാത്ര പോകുന്ന മനുഷ്യന്റെ കുറുക്കിൽ എന്തില്ല? മുഴയില്ല. അതാണ് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അവന്റെ കൂന് നിവർത്തപ്പെടും. കാരണം, അങ്ങനെ നിവരാനുള്ള കാരണം അവന്റെ മുതുകിലിരിക്കുന്ന ഈ പാപത്തിന് വേണ്ടിയാണ്. അവന്റെയും കൂടെ പാപത്തിന്റെ കണക്കെഴുതി വെച്ചിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടവരും ജനിക്കാനുള്ളവരെയും എല്ലാവരെ പറ്റിയും കർത്താവിന് വ്യക്തമായിട്ടൊരു കണക്കുണ്ട്. സർവശക്തനായ ദൈവത്തിന്റെ കണക്കുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നൊരു കണക്കുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കണക്ക് എന്നേ പാസ് ചെയ്തു, നേരത്തെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഞാന് 2 മാസം കഴിഞ്ഞിട്ട് എവിടെ പോവുകയാ? 2 മാസം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് പോകുന്നു വെച്ചോ. അപ്പൊ നിങ്ങൾ അവിടെ ഒരു ഹോട്ടലില് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ മുഴുവൻ കാശ് നേരത്തെ കൊടുത്തു എന്ന് വെച്ചോ. ഞാൻ അവിടെ പോയിട്ട് ധാരാളം കഴിക്കുന്നു, എന്നിട്ട് ബില്ല് കൊടുക്കാൻ പോകാൻ പറയും, പൈസ തന്നു. ആരാ തന്നെ? അത് 2 മാസം മുമ്പ് ഒരാൾ തന്നു. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും വർഷങ്ങൾക്ക് മുമ്പ്, 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ ജീവിതത്തെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വിട്ടുകൊടുക്കുകയായിരുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. അതുകൊണ്ടാണ് പറയുന്നത്, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. അപ്പൊ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്നത് നമ്മുടെ എല്ലാവരെയും പാപത്തെ വഹിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അന്ന് മുതൽ പാപത്തിന്റെ അടയാളമായിരുന്ന, ശാപത്തിന്റെ അടയാളമായിരുന്ന, കണ്ടാൽ ഭയം തോന്നിയിരുന്ന കുരിശ് അന്ന് മുതൽ അനുഗ്രഹത്തിന്റെ അടയാളമായി മാറി. പ്രിയമുള്ളവരെ, കർത്താവിനുമായി എവിടെയൊക്കെ ചേർക്കപ്പെടുന്നോ അവിടെയെല്ലാം അനുഗ്രഹിക്കപ്പെടും. ക്രൂശിനെ ശാപമായിട്ടാ ജനം കണ്ടത്. എന്നാൽ ക്രിസ്തുവിനെ ക്രൂശുമായി ചേർത്ത് വെച്ചപ്പോൾ ക്രൂശ് ഒരു അനുഗ്രഹമായി മാറി. എന്നെയും നിങ്ങളെയും ശാപമായിട്ടാ സമൂഹം കാണുന്നത്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ ചേർത്ത് വെക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരു അനുഗ്രഹമായി മാറും. എങ്ങനെ? എന്നെയും നിങ്ങളെയും ഒക്കെ ശാപമായിട്ടാണ് സമൂഹം കാണുന്നത്. ഈ ശാപമായിട്ട് നശിച്ചു പോകുന്നതായിട്ട്, ഉയരുകയില്ല, രക്ഷപ്പെടുകയില്ല എന്ന് കാണുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് ക്രൂശ് ശാപത്തിന്റെ അടയാളമായിരുന്നത് എങ്ങനെ അനുഗ്രഹമായി മാറിയോ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ചേർത്ത് വയ്ക്കുമ്പോൾ നാമും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറും. ഇതാ ചിന്തകൾ അവസാനിപ്പിക്കാം. ഇവിടെ നാം നോക്കുമ്പോൾ, ഇവിടെ ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിപ്പിച്ച 2 പേരുണ്ടല്ലോ, മറ്റേ 2 പേർ. ആ മറ്റേ 2 പേരെ കണങ്കാലുകളെ തകർത്താണ് അവർ കൊല്ലുന്നത്. അപ്പോൾ യേശുവിനെ ക്രൂശിക്കുന്നത് ഏകദേശം ഒരു 9 മണി നേരത്തെ, 9 മണിക്കാണ്. അപ്പൊ 9 മണിക്ക് ക്രൂശിച്ചു കഴിയുന്നത് ഒരു വെള്ളിയാഴ്ച. 9 മണിക്ക് യേശുവിനെ ക്രൂശിൽ തറച്ചു. 3 മണിക്ക് കർത്താവ് തന്റെ ജീവനെ തന്റെ ശരീരത്തിൽ നിന്ന് വിട്ടു. പിതാവിന്റെ കൈകളിലേക്ക് തന്റെ ആത്മാവിനെ
ഫരമേൽപ്പിച്ചു. പിറ്റേ ദിവസം ശാബത്താണ്, ശബത്ത് ദിവസമാണ്. ശബത്ത് ദിവസത്തിൽ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശബത്ത് ദിവസം ഒരു പ്രവൃത്തിയും നടക്കാൻ പാടില്ല. ശബത്ത് ദിവസം ഒരുത്തൻ ക്രൂശിൽ കിടക്കാൻ പാടില്ല. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാത്തതാ. പക്ഷേ എന്തുകൊണ്ടോ ഈ നേരത്തെയാണ് ചെയ്യുന്നത്. അന്ന് ശാബത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസമാണ് കർത്താവിനെ ക്രൂശിച്ചത്. കാരണം അവന്മാർക്കറിയാം ഈ എമർജൻസി സമയത്ത് ഇപ്പോൾ കർത്താവിനെ ക്രൂശിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവന് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വന്നാൽ അവനെ വെറുതെ വിടേണ്ടി വരും. ജനത്തിനിടയിൽ വിരുദ്ധമായ അഭിപ്രായം വരും. കർത്താവിനെ വെറുതെ വിടേണ്ടി വരും. അവർക്ക് കിട്ടിയ ഒരു എമർജൻസി സമയം, ഒരു അത്യാവശ്യ സമയം കർത്താവിനെ കിട്ടി. ഉടനെ അവരെന്ത് ചെയ്തു? അവനെ ക്രൂശിക്കാനായി വിട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ കൂടെ ക്രൂശിക്കാൻ കൊണ്ടുവന്നു. അപ്പൊ യേശു ക്രിസ്തു കർത്താവ് 3 മണിക്ക് തന്നെ പ്രാണനെ വിട്ടു. മറ്റ് രണ്ടുപേരുടെ പ്രാണൻ അവരൊന്ന് വിട്ടുപോയില്ല. അപ്പൊ അവരെ കൊല്ലുന്ന രീതി എന്തായിരുന്നു? അവരുടെ കണങ്കാൽ തകർത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കണങ്കാൽ തകർത്താ പിന്നെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റൂല? കാലുകളൊന്നും ശ്വസിക്കാൻ പറ്റില്ല. ഇവന്റെ നെഞ്ചങ്ങ് വലിയും. പിന്നെ ഈ നമുക്ക് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല പല പ്രവൃത്തികളും ചെയ്യും. ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും വളരെ പ്രധാനമായ പങ്കുണ്ടെന്നേ. ഈ ശരീരം അങ്ങ് താഴോട്ട്, ഈ കണങ്കാലും ഈ ആണിയും തമ്മിലുള്ള ബന്ധം തകർന്ന് ഇവൻ ഈ കൈമേലിങ്ങനെ തൂങ്ങിയാറുണ്ടല്ലോ, പിന്നെ ഇവന് ശ്വാസം എടുക്കാൻ പറ്റില്ല. പണ്ട് കാലത്തൊക്കെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു, തൂങ്ങി മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഈ എൻ്റെ അടുത്ത് അടുത്ത കാലത്തിൽ ആരോ പിള്ളേരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ പറഞ്ഞു, ഈ കയറിൽപ്പെട്ട് തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സുവിശേഷരെ കൈ കൊണ്ട് കയർ അഴിച്ചുകൂടെ? അപ്പോഴും ഞാൻ അമ്മ അടുത്ത് പറയട്ടെ, കയർ കഴുത്തിന് മുറുകി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൈ എന്ത് ചെയ്യില്ല? പൊങ്ങൂല. എവിടെയാ മുറുകിയത് കഴുത്തില, പക്ഷെ കൈ പൊങ്ങൂല. നിങ്ങൾക്ക് അറിയാവോ സത്യം? അതുകൊണ്ടാണ് ഈ തൂങ്ങിയ മരണങ്ങളിൽ ഈ മരിക്കുന്ന ആത്മഹത്യയാണെന്നാണ് തിരിച്ചു വരാനായിട്ട് ചോയ്സ് ഇല്ലാത്തത്. വേറെ ആരെങ്കിലും ആർത്തറിഞ്ഞു കയറ്, എന്നാലേ അയാൾ താഴെ വീഴത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കണങ്കാൽ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അവന്റെ ബ്രീത്തിങ് നിലയ്ക്കും. അവൻ ജസ്റ്റ് ഈ ബ്രീത്തിങ് ഈ ലങ്സിന് തള്ളാനും അടയാനും പറ്റാണ്ട് വിധം ഇതടഞ്ഞു പോകും, അവൻ മരിച്ചു. അങ്ങനെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരെയും കണങ്കാൽ തകർത്താണ് കൊന്നത്. അപ്പൊ ക്രൂശീകരണത്തിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇത്രമാത്രം വേദനകൾ, ഞാൻ ചില വേദനകൾ നിങ്ങളോട് പങ്കുവച്ചല്ലോ. കണങ്കൈയിൽ ആണിയടിക്കപ്പെടുന്ന വേദന, കണങ്കാലിൽ ആണിയടിക്കപ്പെടുന്ന വേദന. ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് കർത്താവല്ല, തെറ്റ് ചെയ്തത് ഞാനും നിങ്ങളുമാണ്. പക്ഷെ അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? ഈ 5000 പേരുടെ പേര് ചരിത്രത്തിൽ പറഞ്ഞില്ല. 5000-ൽ-1 കർത്താവിന്റെ പേര് ചരിത്രം എഴുതി വെച്ചു. ഈ 5000-ൽ-1 കർത്താവ് വരും തലമുറയ്ക്കും വന്ന തലമുറയ്ക്കും അനുഗ്രഹവും പാപത്തിൽ നിന്നുള്ള വിമോചനവുമായി മാറി. കർത്താവ് മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, പാപം ചെയ്തത് അങ്ങല്ല, ഞങ്ങളാണ്. തെറ്റ് ചെയ്തത് ഞങ്ങൾക്കറിയാം. അങ്ങ് മരിച്ചത് ഞങ്ങളുടെ കുറവുകൾക്കും കുറ്റങ്ങൾക്കും വേണ്ടിയാണ്. അങ്ങനെ അങ്ങ് മരിക്കണമെങ്കിൽ അങ്ങ് ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരപ്പൻ മകനെ സ്നേഹിക്കുന്നതിനേക്കാളധികം, ഒരമ്മ മകനെ സ്നേഹിക്കുന്നതിനേക്കാളധികം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകല മരണത്തിന്റെ ഭീകരതകളും ഏറ്റുവാങ്ങുവാൻ തയ്യാറായി. കർത്താവെ, ആ വേദനയെ തിരിച്ചറിയുവാനും അങ്ങയെ സ്നേഹിപ്പാനുമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തരണം. കർത്താവ്, ഈ നാളുകളിൽ അങ്ങയെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് കാണുന്നവരായിട്ടല്ല, അങ്ങയോടുള്ള സ്നേഹത്തോടുകൂടെ അങ്ങയിൽ പറ്റി ജീവിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് അങ്ങയുടെ അടുത്ത് വരുന്നവരായിട്ടല്ല കർത്താവെ, അങ്ങയോടുള്ള സ്നേഹത്തിന് അങ്ങയുടെ കരം പിടിക്കുന്നവരായിരിക്കാൻ ഞങ്ങളങ്ങ് ബലപ്പെടുത്തണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.